ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ നല്ല കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ അധ്യായം സാർ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി. അതിലൊരു ചോദ്യത്തിന് ഉത്തരവും നമ്മൾ പഠിച്ചു. അത് പഠിക്കാതെയൊക്കെ ഉള്ളവർ വീണ്ടും കേൾക്കുക. അതിനകത്തുണ്ടാകുന്ന സംശയങ്ങൾ നമുക്ക് വ്യക്തമാക്കാം. ഇത് നമ്മുടെ കയ്യിൽ യൂട്യൂബ് നമ്മുടെ കയ്യിൽ മൊബൈൽ ഇരിക്കും തോറും നമുക്ക് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നോട്ട്സ് എല്ലാം താമസിയാതെ തന്നെ എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും സാറ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ആവശ്യം പോലെ എങ്ങനെയാണോ നിങ്ങളെ സൗകര്യം അത് പ്രകാരം നിങ്ങൾ പഠിക്കുക. ഞാൻ പറയുന്നത് ഒരുപാട് പ്രാവശ്യം കേൾക്കണം. നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് +1 വന്നവരാണ്. സ്കൂളിൽ ചെല്ലുമ്പോഴും അവർ പറയുന്ന രീതിയൊക്കെ പറയും, ഇംഗ്ലീഷിലൊക്കെ പറയുക, മലയാളം പറയും. അപ്പോൾ രണ്ടും സാറ് പഠിപ്പിച്ച് മലയാളത്തിലും ഇംഗ്ലീഷ് നോട്ട് ഇടാൻ പോവുകയാണ്. ഈ ക്ലാസ് പലരും ശ്രദ്ധിക്കാതെ ഉണ്ടെങ്കിൽ അവർ വീണ്ടും സമയം കണ്ടെത്തി കേൾക്കുക. അവിടെ നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് തന്നെ സാറ് ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ. നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? 1950, 1990 കാലഘട്ടങ്ങളിൽ വളരെ വ്യക്തമാണ്. 1950, 1990 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു അധ്യായമാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്കാലത്തുള്ള ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ സാർ 1ാമത്തെ അധ്യായത്തിൽ നൽകി. അത് വിശദമായി നൽകി. അതിൻ്റെ നോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ഇടും. അതിനിയും കേൾക്കുക, കുറിച്ചെടുത്ത കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം സാറ് നൽകിയിട്ടുണ്ട്. പോരാതെ നമുക്കൊരു ഈ മാസം അവസാനം സ്കൂളൊക്കെ ഏതാണ്ട് ക്ലാസ് ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് അല്ല, ഓൺലൈൻ ക്ലാസ്, സ്കൂൾ അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെ. അത് ശരിക്കും ഓൺലൈൻ ക്ലാസ്സിലത്തെ ലൈവ് ആകുമ്പോൾ നോട്ട് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതിനുശേഷമായിരിക്കും 1ാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി അത് നിങ്ങൾക്കങ്ങ് തരും, എഴുതി പഠിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2ാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ 1950-90 കാലഘട്ടങ്ങളിൽ അന്ന് ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ പ്രത്യേകതകളായിരുന്നു എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ കൊണ്ടെത്തിച്ച അവസ്ഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി സ്വതന്ത്ര ഇന്ത്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. അതിന് ലക്ഷ്യങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് സാറ് പഠിപ്പിച്ചാണ് അവസാനിപ്പിച്ചത്. What are the goals of 5-year plans in India? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? നല്ല ചോദ്യമാണ്. അത് ഈ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ക്ലാസ് കിട്ടുമ്പോൾ വീണ്ടും കേൾക്കുക. ഒരു 4 പോയിൻ്റാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 കാര്യങ്ങൾ മാത്രമേ സാറൊന്ന് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയിലുള്ള ഒരു ആസൂത്രണം ഇന്ത്യയിൽ നടപ്പാക്കി ഇന്ത്യയിൽ സാമ്പത്തിക വികസനം കൈവരിക്കാമെന്ന് ലക്ഷ്യമിടുകയും അതിൻ്റെ ഭാഗമായി 1950 ഇന്ത്യയിൽ ഒരു പ്ലാനിംഗ് കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് 50 തുടങ്ങി പ്ലാനിംഗ് കമ്മീഷൻ. അതേക്കുറിച്ചൊന്നും ഇനി സാർ പറഞ്ഞ വേണ്ടി സമയം കളയുന്നില്ല, മുഷിവായി പോവും, ബോറിങ് ഒഴിവാക്കണമല്ല. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആരംഭം, അതിലാരായിരിക്കും അതിൻ്റെ ചെയർമാൻ, ഇതൊക്കെ അന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നോക്കിയാൽ ഈ 50-ന് ശേഷം 90 വരെ ഏകദേശം 40 വർഷം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ 7 പഞ്ചവത്സര പദ്ധതിയിലധികം നടപ്പാക്കി പൂർത്തീകരിച്ചു ഈ കാലയളവിൽ. ആ 7 പഞ്ചവത്സര പദ്ധതികൾ
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ഫലം, എന്തെല്ലാം മാറ്റങ്ങളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഈ കാലയളവിൽ, അതല്ല എന്നുണ്ടെങ്കിൽ 7 പഞ്ചവത്സര പദ്ധതി, 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതിയെ 7 പഞ്ചവത്സര പദ്ധതി പൂർത്തീകരിച്ച കാലയളവാണ് സാർ പറഞ്ഞിരിക്കുന്നത് 50 മുതൽ 90 വരെ. അപ്പോൾ തന്നെ നമ്മുടെ പീരീഡ് അവസാനിക്കുന്നുവല്ലോ. എന്തെല്ലാം മാറ്റമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വരുത്തിയത്, അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതിയിൽ ഉളവാക്കിയ ചേഞ്ചസ്, ഈ പദ്ധതി ഉളവാക്കിയ മാറ്റങ്ങൾ, ഈ രാജ്യത്തെ പുരോഗതികൾ ഒന്ന് വിലയിരുത്തലാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ പോയിൻ്റായിട്ട്, ഓരോ ചോദ്യമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അവിടെ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിപ്പിക്കാൻ പോകുന്നൊരു ഷോ ക്വസ്റ്റ്യൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം ബോർഡിൽ എഴുതിയിരിക്കുന്നു. നീതി ആയോഗ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കേട്ടാണ് നീതി ആയോഗ്, NITIAOYOG. ശ്രദ്ധിക്കുക, നീതി ആയോഗ് എന്താണെന്ന് സാർ പറയാൻ പോവുകയാണ്. നോക്കുക, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 1950 പ്ലാനിംഗ് കമ്മീഷൻ അന്ന് ആരംഭിക്കുകയും 2015 വരെ ഈ പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയെ. പ്ലാനിംഗ് കമ്മീഷൻ എന്താ? പ്ലാനിംഗ് കമ്മീഷന് പഞ്ചവത്സര പദ്ധതിക്ക് പകരം 2015 മുതൽ അറിയപ്പെട്ട പേരാണ് നീതി ആയോഗ്. അപ്പോൾ ഒരു പോയിൻ്റാണല്ലോ നമ്മൾ ഓർക്കേണ്ട. 2015 കറക്റ്റ് ആ ഡേറ്റൂടെ പറയുകയാണെങ്കിൽ 1 ജനുവരിയാണ്. ജനുവരി 1 തീയതി മുതൽ ഇവയ്ക്ക് പകരം ഒരു പേര് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ മുന്നണിയെ പറയുന്നത് NDA. പത്രം വായിക്കുന്നവർക്കറിയാം, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയും. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ദേശീയ ജനാധിപത്യ സഖ്യം. ദേശീയ ജനാധിപത്യ സഖ്യം, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന ഈ മുന്നണിയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ മുന്നണി രൂപം കൊടുത്തതാണ് എന്താ? നീതി ആയോഗ്. പോയിന്റ് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് സാർ വിശ്വസിക്കുന്നു. നീതി ആയോഗ്, ദാറ്റ് ഈസ് ഫ്രം 1 ജാനുവരി 2015. ജനുവരി 1, 2015 മുതൽ 1 ജാനുവരി 2015, 2015 ഇവയ്ക്ക് പേര് മാറി നീതി ആയോഗ് ആയി തീർന്നത്. ഇനി പറയില്ല, ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങൾ കേട്ടാൽ മതി. എന്ന് പറഞ്ഞാൽ നോക്കുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എല്ലാ ലെറ്റേഴ്സ് വന്നല്ലോ. NITI. നോക്ക്, നീതി, N നാഷണൽ, I ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർ എന്തിനുള്ള ട്രാൻസ്ഫോമിംഗ്, വീണ്ടും I ഇന്ത്യ. നീതി എക്സ്പാൻഷൻ ആയല്ലോ, ആർക്കും സംശയമില്ലല്ലോ. അടുത്ത പോയിന്റ്, നീതിയെ പൂർണ്ണ രൂപത്തിൽ വായിച്ചു മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യയെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ദേശീയ തലത്തിലുള്ള സ്ഥാപനമാണ് പ്ലാനിംഗ് കമ്മീഷൻ നേരത്തെ പറഞ്ഞിരുന്നത് നീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആവുമല്ലോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ
ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ഇന്ത്യയെ അടിമുടി മാറ്റുന്നതിന്, മീൻസ് എങ്ങനെ മാറ്റുക, ഈ രാജ്യം വികസന രാജ്യമായി മാറുന്നതിന്, വികസിത രാജ്യമായി മാറുന്നതിനുള്ള ഒരു മാറ്റം കണ്ടുകൊണ്ട് തുടക്കം കുറിച്ചതാണ് ഏത്, നീതി ആയോഗ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്താണ് നീതി എന്ന് ചോദിച്ചാൽ ഒരു ഹിന്ദി വാക്കാണ്, അതൊന്നുണ്ടായാണ് നീതി. എന്താ? പോളിസി എന്നാണ് അർത്ഥം. എല്ലാവർക്കും ആ വാക്കറിയാം. പോളിസി, നയം, നയം, പോളിസി, പോളിസി, നയം. അപ്പോൾ നീതി എന്ന് പറയുന്ന ഈ പദം ഒരു ഹിന്ദി പദത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നും കുട്ടി അറിയുക. അടുത്ത പോയിന്റ്, നമ്മൾ ഓരോ കാര്യം വളരെ വിശദമായിട്ട് പോവുക. അതിൻ്റെ അർത്ഥം പോളിസി, നയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പോളിസി മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നയം ഉണ്ടാക്കുന്ന ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പോളിസി മേക്കർ, ഭരണകർത്താക്കളെല്ലാം പോളിസി മേക്കേഴ്സാണ്. നയം രൂപീകരിക്കുന്ന കർത്താക്കളാണ്, അതിൻ്റെ വക്താക്കളാണ് പോളിസി മേക്കേഴ്സ്. സംശയമില്ല. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാമെന്ന് സാർ വിശ്വസിക്കുന്നു. നീതി ആയോഗാണ് പരിചയപ്പെടുന്നത്. നീതി ഏതു വാക്കാണ് എന്ന് പരിചയപ്പെട്ടു. അത് മീൻ ചെയ്യുന്നത് ഹിന്ദി വാക്കായ, അതായത് പോളിസിയാണ്. അപ്പോൾ ഈ ആയോഗ് എന്ന് പറഞ്ഞാൽ ഈ പോളിസി രൂപീകരിക്കുന്ന ഒരു ഇടം, നയങ്ങൾ രൂപീകരിക്കുന്ന കേന്ദ്രം, ആസ്ഥാനം, ഏതൊക്കെ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും നയരൂപീകരണം നടക്കുന്ന ഇടം എന്ന് അർത്ഥം. ആയോഗ് ഇസ് എ മാൻഡേറ്ററി, അങ്ങനെയാണ് പോകുന്നത്. ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈ രാജ്യത്തൊരു വർഷം നടപ്പാക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച നയങ്ങൾ രൂപീകരിക്കുന്ന ഇടം. ദച്ചാണ്. അപ്പോൾ ആരെയൊക്കെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന, ആരുടെയൊക്കെ നയങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നയങ്ങളെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്ന, കൂട്ടിയോജിപ്പിക്കുന്ന, വളരെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള, കർശനമായിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ആയോഗ്. യു മീൻ ആയോഗ്. അപ്പോൾ പോളിസി ആയോഗ് ഉണ്ടല്ലോ, നീതി ആയോഗ്, അത് കൈകാര്യം ചെയ്യുന്ന ഇടം, ആസ്ഥാനം. പോളിസി കൈക്കൊള്ളുന്ന സ്ഥലം, ആസ്ഥാനം. ഇനി പറയണോ? ഒന്നുകൂടെ കേൾക്കുമല്ലോ. നീതി ആയോഗ്. സംശയമുണ്ടോ? അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നയങ്ങളെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഇടം, ആസ്ഥാനം. ദാറ്റ് ഇസ് നീതി ആയോഗ്. ആരായിരിക്കും ഇതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞു? പ്രൈം മിനിസ്റ്റർ വുഡ് ബി ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. പരീക്ഷയ്ക്ക് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ചോദിക്കുമ്പോൾ കുട്ടിക്ക് അറിയാം. പക്ഷെ ആരായിരുന്നു? ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ? ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1950 രൂപീകരിച്ച ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. അത് ഏത് തരത്തിൽ ചോദിച്ചാലും ഇവിടെ ഒരു സ്കോറാണ്. അതുപോലെ ബന്ധപ്പെട്ട അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കോറാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്? പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ നമുക്ക് ഇതിന് ഒരു സ്കോർ കിട്ടും.
അതിൻ്റെ സമയമാകുമ്പോൾ സാർ അത് നിങ്ങളെ നൽകാം. അപ്പോൾ ചോദ്യം കിട്ടിയല്ലോ ഇവിടെ നിന്ന്. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്? ആൻസർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അവിടെ തെറ്റിച്ചു കൊടുക്കും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയും, വൈസ് പ്രസിഡന്റ് എന്ന് പറയും. അതൊന്നുമല്ല, ഫിനാൻസ് മിനിസ്റ്റർ എന്നൊക്കെയാണ് നേരത്തെ ഈ എന്ത് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിച്ചിട്ടുള്ളത്. അതല്ല ചെയ്യരുത്, പ്രൈം മിനിസ്റ്റർ. അങ്ങനെ ഇല്ലെങ്കിൽ നരേന്ദ്രമോദി എന്നുണ്ടെങ്കിൽ അതെടുത്ത് എഴുതണം. കാര്യം കുട്ടി അറിയണം, സാമ്പത്തിക ശാസ്ത്രം ചരിത്രമൊക്കെ പഠിക്കുന്ന കുട്ടികളെ അറിയണം. ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ആ നില ചോദ്യകർത്താവിന് നമ്മൾ അത്തരത്തിലൊക്കെ ഇട്ട് ചോദിക്കാം ചോദ്യങ്ങൾ. നോക്കുക, അടുത്തൊരു പോയിന്റ് സാറ് പഠിപ്പിക്കാൻ പോകുന്ന അടുത്ത എ പാർട്ടിൽ സ്കോർ പറയാണ്. ഞാനൊരു പേരെഴുതിക്കണ്ട, അരവിന്ദ് പനഗാരിയ. അരവിന്ദ് പനഗാരിയ, ഇങ്ങനെ ഒരു പേര് ശ്രദ്ധിക്കുക. ഇപ്പം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം വൈസ് ചെയർമാൻ. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും, ഓർക്കണം. അതോട് അനുബന്ധിച്ച മറ്റൊരു ചോദ്യമാണ് ഹു ഈസ് ദ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്? ചോദിച്ചിട്ടുള്ളതും സാധ്യതയുള്ളതുമാണ്. അടുത്ത സ്കോർ പേര് അരവിന്ദ് പനഗാരിയ. ഇതൊക്കെ നമ്മളെ ബ്രെയിനിൽ കയറ്റി വെച്ചാൽ ഒരു സ്കോറാണ്. ഇദ്ദേഹത്തെ കൂടാതെ അപ്പോൾ പ്രധാനമന്ത്രിയായി വൈസ് ചെയർമാനായി രണ്ടുപേരെ അറിയാം. കൂടാതെ അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും? 6 അംഗങ്ങളുണ്ടായിരിക്കും. 6 പേര്, 6 മെമ്പേഴ്സ് ആൻഡ് 3 സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്ന് പറയും. ക്ഷണിതാക്കൾ 3 വിശേഷ ക്ഷണിതാക്കൾ ഉൾപ്പെട്ടത് ആയിരിക്കും. ഇവിടെയൊക്കെ കുട്ടികൾക്ക് പുതിയ അറിവാണ്, പുതിയ കാര്യം സാർ പറയുന്നത്. നോക്കുക, നമ്മൾ നീതി ആയോഗിൻ്റെ ഘടനയാണ് പറയുന്നത്. നീതി ആയോഗിൻ്റെ ഘടന കുട്ടി പഠിക്കുമ്പോൾ ഏറ്റവും തലപ്പത്ത് ചെയർമാനായിട്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ടാകും. തൊട്ട് താഴെ വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും. പേര് അരവിന്ദ് പനഗാരിയ. കൂടാതെ 6 മെമ്പേഴ്സ് അംഗങ്ങളും 3 സ്പെഷ്യൽ പ്രത്യേക ക്ഷണിതാവ് എന്ന് പറയില്ല, പ്രത്യേക ക്ഷണിതാവായിരിക്കും. 3 പ്രത്യേക ക്ഷണിതാക്കളും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ 6 3 9, 1 10, 11 പേര് വരെ ആയി തന്നല്ലോ ഘടന. ഇനി നോക്കുക ആരൊക്കെ ഉണ്ടാ. കൂടാതെ പ്രധാനമായും ഇതിനകത്ത് ഈ സമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും. ഓൾ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. എല്ലാ മുഖ്യമന്ത്രിമാരും, ഈ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ടോ ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും, അതല്ല ചില പ്രത്യേക ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പഠിച്ചത് ഗവർണർ. ഇവിടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഭരണമാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കുന്നത്. 2 പേരെ വെച്ചു കൊടുത്തു. ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ 10ാം ക്ലാസ്സിൽ. ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ്. അപ്പോൾ എല്ലാ മുഖ്യമന്ത്രിമാരും ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സും ഉൾപ്പെട്ടതാണ് നീതി ആയോഗിൻ്റെ ഘടന. സാർ ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. പ്രൈം മിനിസ്റ്റർ ചെയർമാൻ, വൈസ് ചെയർമാൻ പേര് ശ്രദ്ധിക്കുക, 6 അംഗങ്ങൾ, 3 പ്രത്യേക ക്ഷണിതാക്കൾ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, അതല്ല എന്തില്ലാത്ത ഈ മുഖ്യമന്ത്രിമാരില്ലാത്ത മീൻസ് ഭരണസമിതി മീൻസ് എന്താ, ഒരു മന്ത്രിസഭ ഇല്ലാത്ത, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണപ്രദേശങ്ങളെന്ന് കേട്ടിട്ടുണ്ടല്ലോ. കേന്ദ്ര ഭരണപ്രദേശങ്ങൾ, അവിടെ ഗവർണറാണ്. ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയും. ലെഫ്റ്റനൻറ്റ് ഗവർണർ അവരും കൂടെ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു, ജമ്മു ആൻഡ് കാശ്മീർ അവരോട് ഈ സമിതിക്കകത്തുണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞാൽ മതി.
അപ്പോൾ ഞാനിത് തന്നെന്തെന്ന് വെച്ചാൽ ഈ പരീക്ഷയ്ക്ക് ഇതൊരു ജനറലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു നല്ല ചോദ്യകർത്താവാണ്. ഈ ചോദ്യം നമുക്ക് വരുന്ന വർഷം തയ്യാറാക്കുന്നത് കൃത്യമായിട്ട് അയാൾ എഴുതാൻ ചോദിക്കും. കൂടുതലായിട്ട് ഡിഗ്രി ലെവലിൽ പഠിക്കുക. ഇപ്പം ഒന്നും വേണ്ട. കൊമേഴ്സ് എടുക്കുന്ന ആൾ BCom കഴിഞ്ഞ് MComന് പോയി പോകുമ്പോൾ പഠിക്കണം. BA എടുക്കുന്ന ആൾ ഏത് മെയിൻ എടുത്താലും ഇത് അല്പം പഠിക്കണം. ഇക്കണോമിക്സ് മെയിൻ എടുക്കുന്ന ആൾ വളരെ ദീർഘമായിട്ട് പഠിക്കണം. MA ഉൾപ്പെടെ പഠിക്കണം. അപ്പോൾ ഈ ഘടന ഇപ്പോഴേ ചോദിച്ചാൽ നമ്മളൊരു സ്കോറിന് തയ്യാറാകുക. 1 മാർക്ക് ഏതൊക്കെയെന്ന് അറിയാം. അതല്ലാതെ ഷോർട്ട് ക്വസ്റ്റിന് തയ്യാറാകുക. ഇനി ആരുടെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ചില എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. എക്സ്പെർട്ട് ബോഡി ഓഫ് എക്സ്പെർട്ട് നോക്കുക. എക്സ്പെർട്ട് വിദഗ്ധർ ഈ ബോഡിയിൽ, ഈ സമിതിയിൽ ഉണ്ടായിരിക്കും. എക്സ്പേർട്സ്, പിന്നെ സ്പെഷ്യലിസ്റ്റ്, അതിൽ മാത്രം പ്രാവീണ്യം നേടുക. സ്കിൻ തൊലിപ്പുറത്തുള്ള രോഗങ്ങൾക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ, ഐ സ്പെഷ്യലിസ്റ്റ്. കേട്ടിട്ടുണ്ടല്ലോ, പോയിട്ടുമൊക്കെ ഉണ്ടല്ലോ. സ്പെഷ്യലിസ്റ്റാണ് അയാൾ. ആ രോഗത്തിന് മാത്രം വിശിഷ്യ അത് നിർണ്ണയം നടത്തി മരുന്ന് തരുന്ന ആളെന്നല്ലേ അതിൻ്റെ അർത്ഥം. ചില സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ചില വിദഗ്ധന്മാരുണ്ടായിരിക്കും, ചില പ്രാക്ടീഷണേഴ്സ് ഉണ്ടായിരിക്കും, ചില പ്രത്യേക മേഖലയിൽ പ്രാവീണ്യം നേടിയവരുണ്ടായിരിക്കും. ഇവരെല്ലാം വയ്ക്കുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യും. പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്നവരുണ്ടാകും. ആരൊക്കെ? എക്സ്പേർട്സ്, വിദഗ്ധർ, വൈദഗ്ധ്യമുള്ളൊരു വിവിധ മേഖലകളിൽ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വൈദഗ്ധ്യം നേടിയവരെ വയ്ക്കും. അതുപോലെ തന്നെ അതിനകത്ത് ആര് കാണും? സ്പെഷ്യലിസ്റ്റ് കാണും. ഈ വാക്കെല്ലാവർക്കും പരിചയമുണ്ട്. സാറ് ബോർഡിൽ എഴുതുന്നില്ല. സ്പെഷ്യലിസ്റ്റാണ്. സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ഐ സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഉള്ള വിദഗ്ധര ഇതിനകത്ത് നോമിനേറ്റ് ചെയ്യും. ആരാ നോമിനേറ്റ് ചെയ്യുന്ന അധികാരം? ആർക്കാ? പ്രൈം മിനിസ്റ്റർക്കാ. ചില പ്രാക്ടീഷണേഴ്സ്, പരിചയസമ്പന്നരായവർ അതിനകത്ത് ഉൾക്കൊള്ളിക്കും. പരിചയസമ്പന്നരായിട്ടുള്ളവർ അതിനകത്ത് നിയോഗിക്കും. ഇതൊക്കെ നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും തൽക്കാലം അറിയുക, ഭാവിയിൽ ഏറെ അറിയണം. മാത്രമല്ല, സാറിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഒരു പുതിയ കാര്യം പഠിക്കുകയാണ്. വാട്ട് ഈസ് നീതി ആയോഗ്? ആൻസർ പറയാം. ഇന്നു മുതൽ എല്ലാവരും മനസ്സിലാക്കുക. വീട്ടുകാർക്ക് വേണ്ടപ്പെട്ടവർക്ക് നീതി ആയോഗ് എന്ന് പറയാം. ഇന്ന് പ്ലാനിങ് പഞ്ചവത്സര പദ്ധതി എല്ലാം ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് അതിന് പറയുന്ന പേര് പ്ലാനിങ് കമ്മീഷൻ പറയുന്ന നീതി ആയോഗ് എന്നാണ് സാർ പഠിപ്പിച്ചത്. ആ നീതി ആയോഗ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഘടന പറയുക, ആരൊക്കെ ഉൾപ്പെട്ടെന്ന് പറയുക, ആയോഗ് എന്താന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ? സെൻട്രൽ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും അവരെ പ്രവർത്തനങ്ങൾ, അവരെ കൈക്കൊള്ളേണ്ട നയങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ആയോഗ്. കേന്ദ്രം പോളിസി എടുക്കുന്ന, നയം കൈക്കൊള്ളുന്ന ഇടം. ഇത്രയല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ സാർ ഇവിടെ ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ചോദ്യത്തിനുത്തരം എന്താണ്? ബോഡി ഓഫ് എക്സ്പേർട്സ്, ഒരു പറ്റം വിദഗ്ധരുടെ ഒരു സമിതിയാണ് നീതി ആയോഗ്. സിമ്പിളായിട്ട് ഇതെങ്കിലും പറയുക. എന്തു പറയുക? പഠിച്ച് നീതി ആയോഗ് ഒരൊറ്റ വാചകത്തിൽ സാർ ഉത്തരം നൽകാൻ പോവുകയാണ്. ഇത് അത്രയും അറിയേണ്ട കാര്യമില്ല. ഇത് അത്രയും ചോദിക്കുന്ന മാർക്കിന്, സ്കോറിനനുസരിച്ച് എഴുതിയാൽ മതിയാവും. പക്ഷേ നമ്മളൊരു ചെറിയ അറിവ്, ഇനി അങ്ങോട്ട് ഭാവിയിൽ ഇന്ന് തൊട്ടുങ്ങൾ അറിയുന്നത് വാട്ട് ഈസ് നീതി ആയോഗ് എന്തു പറയും? എ ടെക്നിക്കൽ ബോഡി ഓഫ് എക്സ്പേർട്സ്, വിദഗ്ധരടങ്ങുന്ന ഒരു സമിതി അല്ലേ? എന്തിന്? പോളിസി മേക്കിംഗ്, നയരൂപീകരണത്തിന് വിദഗ്ധരടങ്ങിയ ഒരു സമിതിയാണ് എന്തു പറയുന്നത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ആരൊക്കെ ഉണ്ടാവും? രാഷ്ട്രീയപരവും അല്ലെങ്കിൽ സാമ്പത്തികപരവും അതുപോലെ പ്രതിരോധ കാര്യങ്ങളെല്ലാം അതിനകത്ത്, എല്ലാ വിദഗ്ധരും അതിനകത്ത് വരും. പ്രതിരോധ രംഗത്തെ മേഖലയിലെ വിദഗ്ധരുണ്ടാകും, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരുണ്ടാകും, രാഷ്ട്രീയ നയതന്ത്രജ്ഞന്മാർ അതിനകത്തുണ്ടാകും. അതാണൊരു വാക്ക്, എക്സ്പേർട്സ്.
എക്സ്പേർട്സ്, വിദഗ്ധർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ വാട്ട് ഈസ് നീതി ആയോഗ്? ആൻസർ പറയാൻ പോകുന്നു സാറ്. ഈസ് എ ടെക്നിക്കൽ ബോഡി ഓഫ് പോളിസി മേക്കിംഗ്, ദാറ്റ്സ് ആൾ. ടെക്നിക്കൽ ബോഡി ഓഫ് പോളിസി മേക്കിംഗ്. നയം ഉണ്ടാക്കുന്ന, നയം രൂപീകരിക്കുന്ന ഒരു സാങ്കേതിക സമിതിയെ നീതി ആയോഗ് എന്ന് പറയുന്നു. ആ എക്സ്പേർട്സ് ആരൊക്കെ ആയിരിക്കും? ആരൊക്കെയാണ് ആ സമിതിയിലെ വിദഗ്ധർ? ആരാ? സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരുണ്ടാകും, രാഷ്ട്രീയ തന്ത്ര നേതാക്കന്മാർ, മീൻസ് തന്ത്രജ്ഞന്മാരുണ്ടാകും, രാഷ്ട്രീയ തന്ത്രശാലികളുണ്ടല്ലോ അവരുണ്ടാകും, പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ അല്ലെങ്കിൽ മിടുക്കന്മാരുണ്ടാകും. ഇവരെല്ലാം കൂടെ അടങ്ങിയ ഒരു ടെക്നിക്കൽ ബോഡിയെ നീതി ആയോഗ് എന്ന് വിശേഷിപ്പിക്കുന്നു, പറയുന്നു. ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഒപ്പം 1-2 സ്കോറും ഇവിടെ സാറ് നൽകുന്നു. ബട്ട് ഇസ് നീതി ആയോഗ്. ഇനി ആവർത്തിക്കുന്നില്ല, ആവർത്തിച്ചാൽ ബോറാകും എന്നുള്ളതുകൊണ്ട് തന്നെ സാർ ആവർത്തിക്കുന്നില്ല. ക്ലാസ് ഒരു ചോദ്യം സാർ ഇത്ര ഒരിക്കലും മുഷിപ്പിക്കത്തില്ല. ചോദ്യത്തിന് ഉത്തരമായി ഇവിടുന്ന് 1-2 സ്കോറും കിട്ടും. ഓക്കെ, നല്ലപോലെ കേൾക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക്.